السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് സൂറ യാസീൻ 11 ഭാഗമാണ്. 51 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾക്ക് 5 ആയത്തുകളൊന്ന് ഓതി നോക്കാം. അതിനുശേഷം ഓരോ ആയത്തുകളും അക്ഷരങ്ങളുടെ ഉച്ചാരണവും തജ്വീദ് നിയമവും പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون. ആദ്യ ആയത്ത് ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ونفخ വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. ഹ തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. ഫിസ്സൂരി ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. സ്വ നാവിൻ്റെ കൂർത്ത അറ്റത്തിൻ്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെക്കുകയും അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. പക്ഷെ ജ പോലെ നാവിൻ്റെ മധ്യഭാഗം മുകളിൽ സ്പർശിക്കില്ല, പക്ഷെ മുകളിലേക്ക് ഉയരും. രി ഒറ രി ഒറ റു എന്നാണെങ്കിൽ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്, പക്ഷെ നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. നമ്മൾ അല്പം കനപ്പിച്ചാണ് ഒറ റു എന്ന് പറയുന്നത്. രി എന്നുള്ള ഉച്ചാരണം വരുമ്പം നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ തന്നെയാണ്, പക്ഷെ നാവിൻ്റെ മധ്യഭാഗം ഇവിടെ കാണുന്നത് പോലെ പരന്നായിരിക്കും നിൽക്കുന്നത്. റാ റു എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് ആ നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും, പക്ഷേ ഈ രി എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരില്ല, പരന്നാണ് നിൽക്കുന്നത്. ഫ ഇദാഹും ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗമാണ്. ഫ ഇദാഹും ഹും ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മിനൽ അജിദാസി മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ. അ തൊണ്ടയുടെ താഴ്ഭാഗം. ജ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്ക്. ദ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. സ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം. ഇവിടെ 3 അക്ഷരങ്ങൾ ര സ ഇതൊക്കെ
അവിടുന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നതെങ്കിൽ സ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ അല്പം ഒന്ന് ബലം കൊടുത്ത് നാവിൻ്റെ ആ ഒരു അറ്റം ഒന്ന് നമ്മൾ പരത്തി മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത് വെക്കും. മിനൽ അജിദാസി ഇല റബ്ബിഹിം യൻസിലൂൻ. ഇല തൊണ്ടയുടെ താഴ്ഭാഗം, നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഒറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. രണ്ട് ചുണ്ടിൽ നിന്നാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ കൂർത്ത അറ്റത്തിന് മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിൻ്റെ കൂർത്ത അറ്റം ചെറുതായി താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തുള്ള പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: وَنُفِخَ فِي الصُّورِ فَإِذَا هُم مِّنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. ഇവിടെ فَإِذَا هُم مِّن സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമാണ്, മണിച്ചുച്ചരിക്കണം. فَإِذَا هُم مِّنَ الْأَجْدَاثِ ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇവിടെ എന്ന് ഓതിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യൻസിലൂൻ സുക്കൂനുള്ള നൂനിന് ശേഷം സ വന്നു. അത് ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. യൻസിലൂൻ. وَنُفِخَ فِي الصُّورِ فَإِذَا هُم مِّنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. قَالُوا يَا وَيْلَنَا مَنْ بَعَثَنَا مِنْ مَرْقَدِنَا هَذَا مَا وَعَدَ الرَّحْمَنُ وَصَدَقَ الْمُرْسَلُونَ. قَالُوا നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. വൈലന നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മിൻ മർഖദിന രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മിൻ മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മിൻ മർഖദിന. മിൻ നമ്മൾ പറഞ്ഞു. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗമാണ്. ചുണ്ട് വൃത്താകൃതിയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. വഅദ റഹ്മാൻ. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. തൊണ്ടയുടെ മധ്യഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. വസദഖൽ മുർസലൂൻ. ചുണ്ട് വൃത്താകൃതിയിൽ. നാവിൻ്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിൻ്റെ മധ്യഭാഗം മുകളിൽ സ്പർശിക്കാത്ത രീതിയിൽ മുകളിലേക്ക് ഉയരുകയും ചെയ്യും. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. വസദഖൽ. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ: قالوا يا ويلنا من بعثنا من مرقدنا
هذا ما وعد الرحمن وصدق المرسلون. മൻ ബഅസന സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മറിച്ച് മണിക്കും. മം ബഅസന, അതുകൊണ്ടാണ് അവിടെ ഒരു മീമിന്റെ ചിഹ്നം ഇട്ടിരിക്കുന്നത്. മം ബഅസന, മൻ ബഅസന എന്നുള്ളത് നമ്മൾ മം ബഅസന എന്നാക്കും. അത് ഇഖ്ലാബ് എന്നാണ് പറയുന്നത്. നൂനിനെ മീമാക്കി മറിച്ച് മണിക്കുന്നു. ഇനി മിൻ മർഖദിന സുക്കൂനുള്ള നൂനിന് ശേഷം മാ വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. ഈ നൂനിന് ശേഷമുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്യും, ചേർത്ത് വായിക്കും, മണിച്ചുച്ചരിക്കണം. മിം മർഖദിന. ഇനി ഇവിടെയുള്ളത് സക്ത എന്ന് പറയും, അവ ശ്വാസം വിടാതെ നിർത്തണം. മിം മർഖദിന എന്ന് ഓതിയിട്ട് ശ്വാസം വിട്ടിട്ട് ഹാദ എന്ന് ഓതാൻ പാടില്ല, ശ്വാസം വിടാതെ. മിം മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ. അവിടെ ശ്വാസം വിടാതെ ചില ആളുകൾ മിം മർഖദിന എന്നിട്ട് ശ്വാസം വിട്ടിട്ട് ഹാദാ മാ വഅദ റഹ്മാൻ, അത്തരത്തിൽ ഓതാൻ പാടില്ല. ഒരേ ശ്വാസം വിടാതെ അവിടെ എന്ത് ചെയ്യണം, ഒന്ന് നിർത്തണം. മിം മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. إن തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. കാനത്ത് നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായി മേലെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കും. ഇല്ല തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. സ്വൈഹതൻ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഒരിക്കലും എന്നുള്ള ഉച്ചാരണം അല്ല. എന്ന് നിങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സ് വ എന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ട് പുതിയ അക്ഷരങ്ങളാണ് ഉച്ചരിക്കുന്നത്, അല്ലാതെ എന്നുള്ള അക്ഷരമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നാവിന്റെ കൂർത്ത അറ്റത്തിന് മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെച്ചുകൊണ്ട് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർത്തിയിട്ട് എന്ന് തന്നെ പറയണം. ഒരിക്കലും എന്ന് പറയരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ രണ്ട് അക്ഷരങ്ങളാണ് കൊണ്ടുവരുന്നത്, എന്നുള്ള അക്ഷരമല്ല. സ്വൈഹതൻ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. തൊണ്ടയുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. വാഹിദതൻ ചുണ്ടുവൃത്താകൃതിയിൽ. തൊണ്ടയുടെ മധ്യഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്ന് ചേർന്ന് നിൽക്കും. ഫഇദാഹും മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ജമീഉൻ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്താണ്. ലദൈന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മുഹ്ളറൂൻ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തൊണ്ടയുടെ മധ്യഭാഗം. നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ ചേർത്ത് വെക്കണം. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ: ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഇവിടെ ജമീഉൻ
ലദൈന എന്ന് ഓതാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവിടെ സ്വൈഹത്തൻ എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരിക്കലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കാനത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു. അത് ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചിട്ട് മണിക്കണം. ഇൻ കാനത്ത് എന്നല്ല, ഇൻ കാനത്ത്. അപ്പൊ നൂനിനെ അവ്യക്തമാക്കുന്നു, അതോടൊപ്പം മണിച്ചുച്ചരിക്കുന്നു. ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ. സ്വ എന്നായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വൈഹതൻ വാഹിദതൻ. തെൻവീന് ശേഷം വാ വന്നു. തെൻവീന് ശേഷം വാ വന്നാൽ അത് ഇദ്ഗാമും ബിഗുന്നയാണ്. ഈ തെൻവീനിനെ ശേഷമുള്ള വാവിലേക്ക് ചേർക്കും, എന്നിട്ട് മണിക്കുച്ചരിക്കും. സ്വൈഹതൻ വാഹിദതൻ എന്നുള്ളത് സ്വൈഹതൻ വാഹിദതൻ വാഹിദതൻ ഫ. തൻവീന് ശേഷം ഫ വന്നു, അത് ഇഖ്ഫ ആണ്. ആ തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. സ്വൈഹതൻ വാഹിദതൻ ഫ എന്നുള്ളതിന് പകരം വാഹിദതൻ ഫ, വാഹിദതൻ ഫ അവ്യക്തമാക്കി ഉച്ചരിച്ച് മണിക്കും. ജമീഉൽ ലദൈന, ഇവിടെയും ജെ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജമീഉൽ ലദൈന. ജമീഉൻ തൻവീന് ശേഷം ലാ വന്നു. അതിന് നമ്മൾ ഇദ്ഗാമും ബിലാ ഉന്ന എന്നാണ് പറയുന്നത്. മണിക്കാതെ ചേർത്തോണം. അപ്പൊ ജമീഉൽ ലദൈന. അപ്പൊ അവിടെ നൂനുണ്ട് എന്ന് ചെറുതായിട്ടൊന്ന് തോന്നിപ്പിക്കും. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. ഇവിടെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം ആദ്യം. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. വ ചുണ്ട് വൃത്താകൃതിയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തുലമു ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. തുലമു ള എന്ന് പറയുമ്പം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. പക്ഷേ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണെങ്കിലും നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്തിന്റെ പള്ള, ഇപ്പം താഴെ മുൻപല്ലിന്റെ താഴ്ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. فاليوم لا تظلم نفس شيئا. നഫ്സുൻ ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. പിന്നെ സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലായിട്ട് വരികയും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ ഉൾഭാഗത്തുള്ള പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. ഷൈഅൻ ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ മധ്യഭാഗം കൊഴിഞ്ഞ് അതിലൂടെ വായു സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. വല വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തുജ്സൗന ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. സ നാവിന്റെ കൂർത്ത അറ്റം. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കും. വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇല്ലാ മാ കുന്തും ആ തൊണ്ടയുടെ താഴ്ഭാഗം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. കുന്തും ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തഅലമൂൻ ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ.
ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ فَالْيَوْمَ ഫൽയൗമ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ. നഫ്സുൻ തൻവീനു ശേഷം ഷ വന്നു, അത് ഇഖ്ഫ ആണ്. നമ്മൾ ആ തൻവീനിനെ ഒന്ന് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കും. ഷൈഅൻ വല എന്നുള്ളതിന് പകരം നഫ്സുൻ ഷൈഅൻ, നഫ്സുൻ ഷൈഅൻ. അപ്പൊ നഫ്സുൻ ഷൈഅൻ എന്ന് പറയുന്നതിന് പകരം നഫ്സുൻ ഷൈഅൻ എന്ന് പറയുന്നതിന് പകരം ആ തെൻവീനെ നമ്മളൊന്ന് അവ്യക്തമാക്കി വെച്ചിരിക്കും. നഫ്സുൻ ഷൈഅൻ, ഷൈഅൻ വല. ഇവിടെ ഷൈഅൻ എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓതാൻ പാടില്ല. ഷൈഅൻ എന്ന് തന്നെ കൃത്യമായി ഉച്ചരിക്കുക. ഷൈഅൻ വല. തെൻവീന് ശേഷം വാ വന്നു. തെൻവീന് ശേഷം വാ വന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇദ്ഗാമുൻ ബിഗുന്നിയാണ്. ആ തൻവീനിനെ ശേഷമുള്ള വാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ചേർത്തോതും, അതോടുകൂടി മണിക്കുകയും ചെയ്യും. ഷൈഅൻ വല തുജ്സൗന ഇല്ലാ മാ കുൻതും. നൂനിന് ശേഷം താ വന്നു, അതും ഇഖ്ഫ ആണ്. കുൻതും എന്ന് പറയുന്നതിന് പകരം കുൻതും. നൂനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കും. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ إِنَّ أَصْحَابَ الْجَنَّةِ الْيَوْمَ فِي شُغُلٍ فَاكِهُونَ. ഇന്ന തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അസ്ഹാബ തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെക്കുകയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. മുകളിൽ സ്പർശിക്കില്ല. തൊണ്ടയുടെ മധ്യഭാഗമാണ്. രണ്ട് ചുണ്ടും അടച്ചു വെക്കണം. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. അൽ ജന്നത്തി, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഫി ജന്നത്തിൽ യൗമ, നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്ക്. വാവ് ചുണ്ട് വൃത്താകൃതിയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫാകിഹൂൻ, മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ സ്പർശിക്കും. ഫി ഷുഗുലിൻ, ഫി ഷുഗുലിൻ. മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. തൊണ്ടയുടെ മുകൾ ഭാഗം, അത് എന്നുള്ള ഉച്ചാരണമല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഫാകിഹൂൻ, മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. ഇന്ന മണിച്ചുച്ചരിക്കണം. ജന്നത്തി, ഇവിടെ ജെ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. തൻവീന് ശേഷം ഫ വന്നു. അപ്പൊ അവിടെ തൻവീൻ എന്ത് ചെയ്യണം? ഒന്ന് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. ശുഗുലിൻ ഫാകിഹൂൻ എന്നല്ല, ശുഗുലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. 5 ആയത്തുകൾ നമുക്ക് ഒന്നുകൂടി ഓതി നോക്കാം. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا
هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ വരുന്ന ക്ലാസ്സുകളിൽ പരിശോധിക്കാം. കൃത്യമായി ഖുർആൻ പാരായണം പഠിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.